നമസ്കാരം. ഇന്നലെയായിരുന്നു താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം. ആ എക്സിക്യൂട്ടീവ് യോഗവുമായി ബന്ധപ്പെട്ട് ഞാൻ 2-3 വാർത്ത ചെയ്തിരുന്നു. ആ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എന്തൊക്കെ ചർച്ചയാവും എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയായി. ഹൈദരലി വാർത്ത ചെയ്യുന്നതാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. ചില ആളുകളുള്ള വ്യക്തിവൈരാഗ്യമാണ് ഹൈദരലി വാർത്ത ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ സത്യസന്ധമായ വാർത്തയാണ്. അത് അംഗീകരിക്കുന്ന നിലയിലായിരുന്നു ഇന്നലത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ കാര്യങ്ങൾ തെളിഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൊബൈൽ ഫോൺ. 17 എക്സിക്യൂട്ടീവ് മെമ്പർമാർക്ക് മൊബൈൽ ഫോൺ, 3 കമ്പ്യൂട്ടർ സിസ്റ്റം, അതോടൊപ്പം തന്നെ ഒരു കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ. ഇത്രയും സാധനമാണ് ഇവർ കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ വാങ്ങിക്കൂട്ടിയത്. അതിന് പറയുന്നത് ഏറ്റവും ഉചിതമായ പേര് കൈക്കൂലി എന്ന് വേണം. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വാർത്ത ചെയ്തു. അവിടുന്ന് 2 പേർ ചേർന്ന് ഇതിനു മുമ്പും അവിടെ സ്പോൺസർഷിപ്പ് നൽകിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിലേക്ക് മെയിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഫോൺ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അവർ മറുപടി കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഫോൺ തരേണ്ട സാഹചര്യമില്ല. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഫോൺ തരാം, വ്യക്തികൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അതും ഓണം സീസൺ കഴിഞ്ഞിരിക്കുന്നു എന്ന് മെയിൽ മറുപടി നൽകിയപ്പോഴാണ് മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും ഇത്തരം ഫോണുകൾ വാങ്ങിയത്. അത് ഇന്നലെ ചർച്ചയാവുന്നു, തുടക്കത്തിൽ തന്നെ ചർച്ചയാവുന്നു. അപ്പോൾ ആ ഫോൺ വാങ്ങിയത് ഈ താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയാവുന്നത് ട്രഷറർ ആയ ഉണ്ണി ശിവപാലാണ് ഈ ഫോൺ സിസ്റ്റവും വാങ്ങിയത്. അദ്ദേഹം മാത്രമാണെന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അതിൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന് ഇന്നലെ മുൾമുനയിൽ നിർത്തിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു തുടക്കത്തിൽ, എനിക്ക് ഇത്തരം വാർത്ത ഹൈദരലി ഇത്തരം വാർത്ത ചെയ്തപ്പോൾ എനിക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ഇതേക്കുറിച്ച് ലക്ഷ്മിപ്രിയ എടുത്തെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത്തരം സംഭവം ഇല്ലെങ്കിൽ ഹൈദരലിക്കെതിരെ കേസ് കൊടുക്കണം, വാർത്ത തെറ്റാണെങ്കിൽ. അപ്പോൾ വാർത്ത നിഷേധിച്ചില്ല, വാർത്ത ശരിയാണ്, ഫോൺ വാങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ സിജോയ് വർഗീസ്, ടിനി ടോം കൈലാഷ്. ടിനി ടോം എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്തിനാണ് ഈ ഫോൺ വാങ്ങിയത്, ആര് പറഞ്ഞിട്ടാണ് ഫോൺ വാങ്ങിയത്? മറുപടി ഉണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഭയങ്കര രീതിയിലുള്ള വാക്ക് ഫൈറ്റുകളുണ്ടായി. സിജോയ് വർഗീസ് പറഞ്ഞു, ഇത് കമ്മിറ്റിയിലുള്ള ആരും അറിയാതെ വാങ്ങിയ ഫോൺ, ഇത് ഞങ്ങൾക്ക് വേണ്ട. ലക്ഷ്മിപ്രിയ പറയുന്നു, എനിക്ക് ഈ ഫോൺ വേണ്ട. ടിനി ടോം പറയുന്നു, എനിക്ക് ഈ ഫോൺ വേണ്ട. സിജോയ് വർഗീസ് പറയുന്നു, എനിക്ക് ഈ ഫോൺ വേണ്ട. ടിനി ടോം പറഞ്ഞു, കൈലാഷ് പറയുന്നു. അങ്ങനെ അംഗങ്ങൾ എനിക്ക് ഈ ഫോൺ വേണ്ട. അൻസിബ പറയുന്നു, എനിക്ക് ഈ ഫോൺ വേണ്ട. ആ ഫോൺ വാങ്ങിയത് ഏറ്റവും ഗുരുതരമായ തെറ്റാണ്. അത് എത്ര ലക്ഷം രൂപയാണെന്ന് ആലോചിക്കണം. ഫോണിൻ്റെ കാര്യങ്ങൾ വളരെ മോശമായ നിലയിലേക്ക് ആണ് ഇവർ ചെയ്തത്. അത് കമ്മിറ്റിയിൽ ഒന്നടങ്കം അമർഷമുണ്ട്. ഈ വാർത്ത ഞാൻ ഇതിനു മുമ്പ് ചെയ്തപ്പോൾ ഓരോ അംഗങ്ങൾക്കും അമർഷമുണ്ട്. പല അംഗങ്ങളും എന്നെ വിളിച്ചു ചോദിച്ച സാഹചര്യമുണ്ടായി. അപ്പോൾ ഉണ്ണി ശിവപാൽ എന്ന് പറയുന്ന വ്യക്തി ട്രഷറർ സ്ഥാനത്തിരുന്നപ്പോഴാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത്. അദ്ദേഹത്തിന് അതിനുള്ള മറുപടി ഇല്ലായിരുന്നു. അദ്ദേഹം ഒരക്ഷരം മറുപടി പറഞ്ഞില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇതിന് ശേഷമായിരുന്നു സിസ്റ്റം, കമ്പ്യൂട്ടർ വാങ്ങിയിരിക്കുന്നു. എത്ര കമ്പ്യൂട്ടർ? എണ്ണം പറയുന്നു. ആർക്കാണ് ഈ കമ്പ്യൂട്ടർ? ഒന്ന്, പ്രസിഡൻ്റ് റൂമിലേക്ക് ഒരു കമ്പ്യൂട്ടർ വേണം, സെക്രട്ടറിക്ക് ഒരു കമ്പ്യൂട്ടർ വേണം, ട്രഷറിന് ഒരു കമ്പ്യൂട്ടർ വേണം, പിന്നെ ഒരു മോണിറ്റർ വേണം. അപ്പോൾ കൈലാഷ് ചോദിച്ചു, എന്തിനാ? ഇവിടെ സിസ്റ്റമുണ്ടല്ലോ, ഇത് നമ്മുടെ ബുക്കിൽ കയറിയിട്ടുണ്ടോ, കണക്കിൽ പെടുത്തിയിട്ടുണ്ടോ? മറുപടിയില്ല. ഒരു അസറ്റല്ല അത്. അത് ഓഫീസിലേക്ക് വരുന്നത് അസറ്റായിട്ട് കൂട്ടണം. എന്തിനു വാങ്ങി? അസറ്റ് എഴുതുന്നുമില്ല. ഈ പേരിലാണ് ഏറ്റവും കൂടുതൽ വാക്കുകൾ. ഉച്ചവരെ ഈ ഒരു വിഷയം തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. ഉച്ചയ്ക്ക് ഈ വിഷയം വലിയ ഒച്ചപ്പാടിലേക്ക് തന്നെ പോയി എന്ന കാര്യം സംബന്ധിച്ച പല ആളുകളും അതിന് സൈലൻ്റ് ആയിട്ടിരുന്നു. ആ സൈലൻ്റ് ആയിട്ടിരുന്ന പ്രസിഡൻറ്റും സെക്രട്ടറിയും ഉൾപ്പെടെ സൈലൻ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കാരണം ഇവരെല്ലാം ഇതിൽ അസ്വസ്ഥരായിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും അത്തരമൊരു നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഈ വ്യക്തികളിൽ നിന്ന്. ഇനി ആ ഫോൺ എന്ത് ചെയ്യും? ഫോൺ തിരിച്ചു കൊടുക്കേണ്ടതായി വരും. അല്ലെങ്കിൽ ഇനി ആ ഫോൺ ആവശ്യമുള്ളവർ കമ്മിറ്റിയിൽ എടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എടുക്കുന്നവർ അവിടെ എഴുതി ചേർക്കണം, ഞാൻ ഈ ഫോൺ എടുത്തു. അപ്പോൾ അവർക്ക് കൈക്കൂലിയാവും. വലിയ പ്രതിസന്ധിയിലേക്കാണ് അമ്മയെ നയിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സ്വകാര്യത വേണം. ഏകപക്ഷീയമായ തീരുമാനം എടുക്കാൻ കഴിയില്ല. കമ്മിറ്റിയിൽ കൂട്ടായ ആലോചന എടുത്ത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുള്ളൂ എന്ന് ഒറ്റ സ്വരത്തിൽ എല്ലാവരും അഭിപ്രായപ്പെട്ടു. അതോടൊപ്പം തന്നെ പിന്നീട് ഹൈദരലി കൊടുത്ത വാർത്ത
എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഹൈദരലി കൊടുത്ത വാർത്ത സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം മെമ്മറി കാർഡ് വിഷയത്തിൽ ഹൈദരലി മാത്രമാണ് മെമ്മറി കാർഡ് വിഷയം ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മനോരമ പത്രത്തിൽ വന്ന കട്ടിംഗ് ഉൾപ്പെടെ ഞാൻ വാർത്ത എഴുതും. സ്വന്തം ലേഖകൻ എഴുതിയ വാർത്ത മനോരമയിൽ. അതിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അതിലെഴുതി വെച്ചിട്ടുണ്ട്. അതിനും ഒരു മറുപടിയില്ല. അപ്പോൾ ഞാനാണ് ശത്രുത പോലെ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ മനോരമ പത്രം കൊടുത്തു, അതിന് നിഷേധിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ മെമ്മറി കാർഡ് വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി അവിടെ പറഞ്ഞു, എന്നോടുള്ള വൈരാഗ്യം മാത്രമാണ്, അത് തീർക്കുകയാണ്, വൈരാഗ്യമല്ല, നടന്ന സംഭവം നടന്നതുപോലെ പറഞ്ഞാണ്. അങ്ങനെ ഒരു വൈരാഗ്യം വെച്ച് പുലർത്തേണ്ടവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ട വ്യക്തികൾ തന്നെയാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. ആ രീതിക്ക് തന്നെ നമ്മൾ പോകാറുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു ഹൈദരലിക്കെതിരെ ഈ വാർത്ത ചോർത്ത് കൊടുക്കുന്നവർക്കെതിരെ വലിയ ഒരു അവരുടെ എന്തോ പ്രാക്കൊക്കെ ചില ഒരു വ്യക്തി നടത്തിയെന്ന് പറഞ്ഞു കേട്ടു. അവിടെ നിന്ന് വാർത്ത ചോരണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുമ്പോൾ ആ സുഹൃത്തുക്കളിൽ നിന്നും വാർത്ത കിട്ടും, ആ സുഹൃത്ത് മറ്റൊരാളുടെ അടുത്ത് പറയുമ്പോൾ അവിടെ നിന്നും വാർത്ത കിട്ടും. ഈ 17 അംഗങ്ങളിൽ നിന്നും വാർത്ത കിട്ടണമെന്നില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഫോണിൻ്റെ കേസ് ഈ നിങ്ങൾ 17 പേരിൽ അറിഞ്ഞിരിക്കുന്ന 1-2 പേരുള്ളൂ. ബാക്കിയുള്ളവർ ആരും പറഞ്ഞില്ലോ. പിന്നെ അപ്പോൾ ആരാണ് ഈ വാർത്ത എനിക്ക് തന്നതെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ട. അത് അവിടെ നിന്ന് പോയി കൈവിട്ട് പോയ സംഭവമാണ്. അത് അമ്മയിലെ 506 അംഗങ്ങളിൽ മിക്ക അംഗങ്ങളും അറിഞ്ഞ ഒരു സംഭവമായിരുന്നു. അങ്ങനെ തന്നെയാണ് വാർത്ത കിട്ടുന്നത്. അതിനുശേഷം മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിരുന്നു. ലക്ഷ്മിപ്രിയ കൃത്യമായി വൈസ് പ്രസിഡന്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം ഇരയായതുകൊണ്ട്. അവിടെയാണ് കഴിഞ്ഞ തവണയൊക്കെ ലൂസ് ടോക്കർ എന്നൊരു സംസാരം വന്നത്. മല്ലിക സുകുമാരൻ ലൂസ് ടോക്കറാണെന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്നാണ് നമ്മൾ വാർത്ത കൊടുത്തത്. കുക്കു അപ്പോഴാണ് പറഞ്ഞത് എന്നോടുള്ള ശത്രുത കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നു. ഉടൻ തന്നെ ലൂസ് ടോക്കറെന്ന് അങ്ങനെ കുക്കു അല്ല പറഞ്ഞത്, ലക്ഷ്മിപ്രിയ പറഞ്ഞതെന്ന് പറയുന്നു. പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അത് ഈ അംഗം പറയുന്നു, ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാറില്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങളാണ് ആദ്യം പറഞ്ഞതെന്ന് അവിടെ വരുന്നു. പ്രസിഡൻ്റാണ് പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ പ്രസിഡൻറ്റും സെക്രട്ടറിയും ലൂസ് ടോക്കർ എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അത് അന്ന് മിനിറ്റ്സിൽ എഴുതി ചേർത്ത് അൻസിബയായിരുന്നു. അൻസിബ പറഞ്ഞു ഞാൻ എഴുതിയത് കുക്കുയുടെ പേരാണ് എന്നും പറഞ്ഞു. അവിടെ എല്ലാം ഉരുളി. ഉടനെ വീഡിയോ ഉണ്ട്, ഇതാരാണ് ചെയ്ത് പറഞ്ഞതെന്നുള്ള വീഡിയോ ഉണ്ട് എന്ന് പ്രസിഡന്റ് പറഞ്ഞു. മൊബൈലിൽ തപ്പുന്നു, പക്ഷേ വീഡിയോ ഇല്ല. ഈ വീഡിയോ മല്ലിക സുകുമാരന് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്, കൊടുത്തിട്ടുമില്ല. അപ്പോൾ അവിടെയും ഒളിച്ചുകളിയാണ് നടന്നിരിക്കുന്നത്. ഇത് നടന്ന സംഭവം തന്നെയാണ് ഞാൻ പറയുന്നത്, ഇല്ലെങ്കിൽ അവർക്ക് തെളിയിക്കാവുന്നതാണ്. സുജയ് വർഗീസ് പറഞ്ഞു ഹൈദരലി എന്നെക്കുറിച്ച് മോശമായ വാർത്തകളൊന്നും ചെയ്യാറില്ല. നിങ്ങൾക്ക് മോശമായ വാർത്ത ചെയ്യണം, നിങ്ങൾ അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ആരാണോ മോശമായി ചെയ്തിരിക്കുന്നത് അവരെയാണ് തുറന്നു കാണിക്കുന്നത്. എന്നാൽ ഇന്നലെ സുജയ് വർഗീസ് അവിടെ ചെയ്ത കാര്യങ്ങൾ ഒന്നിനൊന്നിനും മെച്ചമാണ്. ഇങ്ങനെ ആയിരിക്കണം ഒരു കമ്മിറ്റി അംഗം. ടിനിയും ചെയ്ത്, കൈലാഷ് ചെയ്ത്, ഇവരൊക്കെ ചെയ്ത് അങ്ങനെ ആയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വേണം. ഒരു കമ്മിറ്റി സുതാര്യമായിരിക്കണം. അത് ഒരംഗങ്ങൾക്കും കേടുവരാൻ പാടില്ല. ആ രീതിക്ക് പറഞ്ഞതിൽ ബിഗ് സല്യൂട്ടുണ്ട്. കാരണം ഇതൊക്കെ സത്യമാണല്ലോ. പിന്നീട് എനിക്ക് വാർത്ത ചോർത്തി തന്നെ വരെ പ്രാകുന്നു, അല്ലെങ്കിൽ എനിക്ക് വാർത്ത ഞാനങ്ങനെ വാർത്ത കൊടുക്കുമ്പോൾ എനിക്കെന്തോ പറ്റണമെന്ന് പ്രാകുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതൊന്നും ഒരു വിഷയമല്ല. നല്ലത് ചെയ്താൽ നല്ലതായിട്ട് പറയും, മോശം പ്രവൃത്തി ചെയ്താൽ മോശമായിട്ട് പറയും. അതൊരു മാധ്യമപ്രവർത്തകൻ്റെ കടമയാണ്. ഈ പറയുന്ന പോലെ മെമ്മറി കാർഡ് വിഷയത്തിൽ അന്ന് മല്ലിക സുകുമാരനെ വെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മല്ലിക സുകുമാരനെ വെക്കാമെന്ന് പറയും, അവരെ വിളിച്ചു ചോദിക്കാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ മല്ലിക സുകുമാരനെ വിളിച്ചു ചോദിച്ചില്ല. ഞാൻ മല്ലിക ചേച്ചിയോട് സംസാരിക്കും, എന്നെ വിളിച്ചിട്ടില്ല, ഒരമ്മയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മല്ലിക ചേച്ചി എന്നോട് പറഞ്ഞത്. മോനിഷയുടെ അമ്മയായിരുന്നു മറ്റ് ഒരംഗമായി, ശ്രീദേവി ചേച്ചിയാണ് അംഗമായി വെച്ചിരുന്നത്. പക്ഷേ ചേച്ചിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം മാറിയപ്പോൾ ഇപ്പം അവിടെ ആ സ്ഥാനത്തേക്ക് വെച്ചിരിക്കുന്നത് ശ്രീലത നമ്പൂതിരിയാണ്, തിരുവനന്തപുരത്തുള്ള. അതോടൊപ്പം ദേവൻ, ജയൻ ചേർത്തല, ജോയ് മാത്യു, ഈ 4 പേരാണ്. ഓട്ടോമാറ്റിക്കലി പ്രസിഡന്റ് വരും, അങ്ങനെയാണ് കണക്ക്. പിന്നെ പുറത്തു നിന്നൊരു അഡ്വക്കേറ്റിൻ്റെ പേര് അവിടെ ചോദിച്ചപ്പോൾ അവർക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അഡ്വക്കേറ്റിൻ്റെ പേര് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ അഡ്വക്കേറ്റ് തന്നെയാണ് ഈ കമ്മിറ്റിയിലുള്ളത്. 60 ദിവസം കൊണ്ട് കമ്മിറ്റി മെമ്മറി കാർഡ് വിഷയം പരിഗണിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ 3-ാം പ്രാവശ്യം കമ്മിറ്റി കൂടുമ്പോഴും ഇതിനൊരു പരിഹാരമുണ്ടല്ല. അപ്പോൾ ഇന്നലെ പറഞ്ഞ് ഇത് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, ഇനി അതിനെക്കുറിച്ച് സംസാരമില്ല, നമ്മളിത് നടത്തുമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം വൈസ് പ്രസിഡൻ്റായ ഇന്നലെ ലക്ഷ്മിപ്രിയ കുറേ കാര്യങ്ങൾ എഴുതി തിട്ടപ്പെടുത്തിയാണ് കൊണ്ടുപോയത്. ആ കാര്യങ്ങളെല്ലാം അവിടെ അവതരിപ്പിച്ചു. അതിനൊന്നും മറുപടിയില്ല. കാരണം ഇതിനൊന്നും മറുപടി കൊടുക്കാൻ സമയമില്ല. കാരണം ഫോൺ വിഷയത്തിൽ തന്നെ ആണ് കാര്യങ്ങൾ പോയത്. എത്ര മഹാന്മാരിരുന്ന കസേരയാണ് അല്ലേ? ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഇല്ലാതെ എത്ര മഹാന്മാരിരുന്ന കസേരയാണ് താരസംഘടന അമ്മയുടെ എന്ന് ആലോചിക്കണം. ആ കസേരയിലിരിക്കുമ്പോൾ ആ കസേരയോടുള്ള ബഹുമാനം പോലും കാണിക്കാതെയാണ്
ഇത്തരം പ്രവൃത്തി ചെയ്തതെന്ന കാര്യത്തിൽ സംശയമില്ല. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴും പറയുന്നു, അമ്മ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ സമൂഹത്തിന് മുമ്പിൽ അറിയുന്ന പ്രവൃത്തികളുണ്ട്. ഓണക്കിറ്റ് കൊടുത്തു, അമ്മമാരോട് പോയി ഇവർ സദ്യ ഉൾപ്പെടെ കഴിച്ചു. നല്ല പ്രവൃത്തിയാണ്. അങ്ങനെ നല്ല പ്രവൃത്തി എന്നും കമ്മിറ്റി കൂടുമ്പോൾ ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞ് പഴയ കമ്മിറ്റിയുടെ പേരിൽ കുറ്റം പറയാം, പഴയ നടന്നുപോയ കമ്മിറ്റിയുടെ പേരിൽ കുറ്റങ്ങൾ പറയാം. പുതിയതായി ഒരു പ്രവൃത്തി ചെയ്യാൻ പോലും ഇതുവരെ ഈ കമ്മിറ്റിക്ക് 3 മാസമായിട്ട് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു അംഗം അവിടെ പറയുന്നത് കേട്ടു, ഞാനുമായിട്ട് ട്രെയിൻ യാത്രയ്ക്കിടയിൽ കണ്ടിരുന്നു, ഹൈദരലിയുമായിട്ട് കണ്ടിരുന്നു. അപ്പോൾ പല കാര്യങ്ങളും പറയുമ്പോൾ ഉത്തരം മുട്ടിച്ചു വന്നു. ആ അംഗത്തിനോട് പറയണം, നമ്മൾ തമ്മിൽ ട്രെയിൻ യാത്രയിൽ ഒരുമിച്ചുണ്ടായിട്ടില്ല. അംഗത്തിനറിയാം ട്രെയിൻ യാത്രയിൽ നമ്മൾ ഒന്ന് ഫോൺ ചെയ്തു കഴിഞ്ഞ ദിവസം. എന്താണ് ഫോൺ ചെയ്തതെന്ന് പറയാൻ മടി? അപ്പോൾ താങ്കൾ വല്ല വാർത്ത ചോർത്തി തരുമെന്നുള്ള ഭയം അവിടെ ഉണ്ടെന്നോർത്താണ്. വാർത്തയ്ക്ക് വേണ്ടിയല്ല നമ്മൾ വിളിച്ചത്. നമ്മളൊരു ഒരു കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് പോയത് അറിയിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ വാർത്ത ഇട്ട് അതപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും പോയിരുന്നു എന്ന് പറഞ്ഞ് എനിക്കൊരു വാർത്ത ഇട്ടായിരുന്നു. താൻ പോയത് അമ്മയിൽ നിന്നല്ല, താൻ മറ്റൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ടാണ് പോയത്. പിന്നീട് വാർത്തകൾ ചോരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, എന്നെ ഉത്തരം മുട്ടിക്കാൻ താങ്കൾക്ക് കഴിയില്ല, താങ്കൾ അതിനായിട്ടുമില്ല. താങ്കൾ തന്നെ പറഞ്ഞു, എനിക്കെതിരെ ഇനിയും വാർത്ത ചെയ്താൽ കേസിന് പോകണമെന്ന് ആ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. കേസിന് പോകണം, പോയിക്കോളും, നേരിടാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അതിലില്ല, നിങ്ങൾ എഴുതുന്ന സത്യസന്ധമായ മീൻസ് ബുക്കിൽ എഴുതുന്നുണ്ടെങ്കിൽ ആ ബുക്കെടുത്ത് വീണ്ടും ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണെന്ന് റിവൈൻഡ് ചെയ്ത്. നിങ്ങളെല്ലാം എഴുതുന്നില്ല. അങ്ങനെ എഴുതാത്ത സാഹചര്യത്തിലാണ് സുജോയ് വർഗീസും ലക്ഷ്മിപ്രിയയും പറഞ്ഞു, നിങ്ങൾ വരുന്നത് വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതി ചേർക്കുന്നു, അതുകൊണ്ട് ഇനി മുതൽ അങ്ങനെ നടക്കില്ല, നിങ്ങൾ എഴുതിയതിന് ശേഷം ഞങ്ങൾ ഒപ്പിടുകയുള്ളൂ, അതാണ് നല്ല നടപടിയെന്ന് സുജോയ് വർഗീസ് പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതാണ് എൻ്റെ രീതി. എല്ലാ കമ്മിറ്റിയും അങ്ങനെയാണ്. ഇതിനു മുമ്പ് അങ്ങനെയാണ്. തലേദിവസത്തെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പിന്നത്തെ കമ്മിറ്റി വരുമ്പോൾ വായിച്ചു നോക്കിയിട്ടാണ് ഒപ്പിടുന്നത്. അങ്ങനെയാണ് എല്ലാ സ്ഥലവും. അല്ലെങ്കിൽ അന്ന് എഴുതിയതിന് ശേഷം വായിച്ചതിന് ശേഷമാണ് ഒപ്പിടുന്നത് കമ്മിറ്റി അംഗങ്ങൾ. ആ ഒരു പ്രവണത വേണമെന്ന് അവിടെ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ കള്ളത്തരം എഴുതി വയ്ക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പം ആ മെമ്പറിനടുത്ത് പറയുകയാണ്, നമ്മൾ ട്രെയിൻ യാത്രയിൽ കണ്ടിട്ടില്ല, നമ്മൾ ഫോണിൽ വിളിച്ചതാണ്, അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് ഏറ്റവും വലിയ ഒരു പോയിൻ്റ്, സഞ്ജീവനി പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അത് നല്ല പദ്ധതിയായിട്ട് ഒത്തിരി പേര് ഗുണമുണ്ട്. അതൊരു കുരിശായി മാറി, തലവേദനയായി മാറിയെന്നാണ് ഈ താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവിൽ കീ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി പറയുന്നത്. അപ്പം അത് തലവേദനയായത് 1 അല്ല 2, 3 പ്രാവശ്യം ആവർത്തിച്ചു. പിന്നീട് അവർക്ക് തന്നെ മനസ്സിലായി അത് മോശമായി പോയിരുന്നു. പക്ഷേ അതവിടെ എഴുതി ചേർത്തിട്ടുണ്ടാകണം, മനസ്സിൽ എഴുതി ചേർക്കണതാണ്. സഞ്ജീവനി പദ്ധതിയൊന്നും നിങ്ങൾ അവിടെ ഭരണത്തിൽ നിന്നുകൊണ്ട് മൊബൈൽ വാങ്ങുന്ന പോലെ സഞ്ജീവനി പദ്ധതി ഒത്തിരി പാവങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് അമ്മ തങ്ങടയിൽ എന്നുള്ള കാര്യം മറക്കരുത്. അത് നിർത്തലാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു അംഗം അത് നിർത്താൻ പാടില്ല എന്ന് ഒരു വൈസ് പ്രസിഡൻ്റായ അംഗം പറഞ്ഞു, അത് നിർത്താൻ പാടില്ല, മോശമാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റ വാക്കിൽ, ബാക്കിയുള്ളൊരു പിന്തുണച്ച് ആ വാക്കിലാണ് സഞ്ജീവനി പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഓർമ്മപ്പെടുത്താം. പിന്നീട് ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് സിനിമ തുടങ്ങാൻ പോവുകയാണ്, എല്ലാവർക്കും അവസരം എന്നൊക്കെ പറഞ്ഞൊരു പ്രഖ്യാപനം നടന്നു. എലക്ഷൻ സ്റ്റണ്ടായി മാറിയിരിക്കുകയാണോ എന്ന് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മുതിർന്ന അംഗത്തെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്നോട്ട്, ഇങ്ങനെ ഒരു പദ്ധതിയൊക്കെ തുടങ്ങി മക്കളെ, ഒന്നും ആയിട്ടില്ല, ഇതൊക്കെ ഇലക്ഷന് വേണ്ടിയായിരുന്നു എന്നൊരു ചോദ്യം എൻ്റെ മുന്നിൽ ഉന്നയിച്ചിരുന്നു. അത് എനിക്കും വേദനയുണ്ടായി. കാരണം അതൊക്കെ ആയിരുന്നല്ലോ വോട്ടിംഗ് ചെയ്യാൻ ആളുകൾ വന്നത്, ഇവരൊക്കെ നടപ്പിലാക്കുമെന്നാണ് വോട്ടിംഗ് ചെയ്തത്. പക്ഷേ ആ പദ്ധതി എവിടെയും എത്തിയിട്ടില്ല എന്നെനിക്ക് ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. എന്തുവാകട്ടെ, താരസംഘടന അമ്മയ്ക്കുള്ളിൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നടന്ന കാര്യങ്ങളാണ് ഈ വിവരിച്ചത്. ഇത് നടന്ന സമയമാണ് മൊബൈൽ ഫോൺ കൈക്കൂലി എന്ന നിലയിൽ വാങ്ങിയ ഫോണിനെതിരെ രൂക്ഷമായ വിമർശനമുണ്ടായി. ആ വിമർശനത്തിന് ഒരു മറുപടി നൽകാത്ത അവസ്ഥയിലേക്ക് അത് ഏർപ്പെട്ട ട്രഷറർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് മറുപടി പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ആ വാർത്തയാണ് തുറന്നു കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 മാസത്തെ കണക്ക് 2 പ്രാവശ്യം, എന്നിട്ട് 3 പ്രാവശ്യം കഴിഞ്ഞ കണക്ക് അടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവതരിപ്പിക്കണം. എന്താണ് ചിലവ്, ഇത്ര നാൾ ചിലവെന്തായി, വരവെന്തായി, എന്തിനൊക്കെയാണ് ചിലവ് ചെയ്ത്, ആ കണക്ക് വേണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ കണക്ക് അവതരിപ്പിക്കുമ്പോഴാണ് ഓരോ ആളുകളും പല സ്ഥലത്തും, തിരുവനന്തപുരത്തും പല സ്ഥലത്തും പോയി താമസിച്ച്, മറ്റുള്ളവരെ അറിയിക്കാതെ പോയി താമസിച്ച് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുത്ത കണക്കൊക്കെ ഉണ്ട്. അതിലും വലിയ ഒരു സംഭവം നടന്നു. ആ ഒരേ സംഭവം നടക്കുമ്പോൾ അംഗങ്ങളെ അറിയിച്ചു കൊണ്ട് വേണം എന്നുള്ള കാര്യം വാശിയോടുകൂടി പറഞ്ഞു. അതുകൊണ്ട് കണക്ക് അവതരിപ്പിക്കണം, അടുത്ത മാസം എന്താണ് വരവ് ചെലവ് എന്നറിയണം. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിന് എന്തുമാത്രം അസറ്റുണ്ട് എന്നൊരു കാര്യം വേണമെന്ന് കൈലാഷ് ആവശ്യപ്പെട്ടു എന്നാണ്. ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ ഇത്ര എണ്ണം സംഭവങ്ങളുണ്ട്, ഇത്ര ചെയറുകളുണ്ട്, അത് ഇന്ന് വരെ, അപ്പോൾ പറഞ്ഞ് ഇതിനു മുമ്പുള്ള കമ്മിറ്റികൾ ചെയ്തിട്ടില്ല. അങ്ങനെയല്ല, ഈ കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിയണമല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ആസ്തി ഉണ്ടെന്ന് മനസ്സിലാകും, അത് വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്.
ഇത്തരം കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ താരസംഘടന അമ്മ നല്ല പ്രവൃത്തി ചെയ്യണം, നല്ല ഫണ്ട് ഉണ്ടാക്കണം. നിലവിൽ മുൻ കമ്മിറ്റികൾ ഉണ്ടാക്കി വെച്ച ഫണ്ട് എടുത്ത് ചിലവാക്കുകയല്ല വേണ്ടത്. വരുമാനം ഉണ്ടാക്കിയിട്ട് അത് ചിലവാക്കുക, ഉള്ള പൈസ കുറച്ച് കാണിക്കുകയല്ല ചെയ്യേണ്ട. പാവങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന സംഘടന ഇത്തരം താന്നു പോകുന്നതിൽ ഖേദമുണ്ട്. കാരണം ഞാനും പുറത്തു നിന്ന് വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു രീതിയിലുള്ള വാർത്തകൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും മൊബൈൽ ഫോൺ വാങ്ങിയത് കൈക്കൂലി എന്ന പേര് തന്നെ ഇട്ട് വിളിക്കേണ്ടതായ സാഹചര്യമുണ്ട്. അത് തിരിച്ചു കൊടുക്കേണ്ടതായി വരും. ഇനി എത്ര പേര് അത് കൈപ്പറ്റും, എത്ര പേര് കൈപ്പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരുടെ പേരുണ്ട്. ഇനി ആരൊക്കെ കൈപ്പറ്റുമെന്നുള്ളത് അറിയണം. അങ്ങനെ കൈപ്പറ്റിയാൽ അത് വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരപ്പെട്ടവരോട് പറഞ്ഞു. ഒരു 1000 രൂപയുടെ 2000 രൂപയുടെ സാധനങ്ങൾ വാങ്ങുന്നതിനൊന്നും ഒരു കമ്മിറ്റിയുടെ അനുമതി വേണ്ട. 10000 രൂപയുടെ മുകളിലേക്ക് വാങ്ങിയാൽ കമ്മിറ്റിയുടെ അനുമതി വേണം. ഇതിനു മുമ്പ് ഫോണുകൾ കിട്ടിയിട്ടുണ്ടോ? അത് നല്ല പ്രവൃത്തി ചെയ്തവർക്ക് ഫോൺ ചില കമ്പനികൾ നേരിട്ട് കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് വ്യക്തിപരമായിട്ട് കൊടുത്തിരിക്കുന്നത്, അമ്മയ്ക്കല്ല കൊടുത്തിരിക്കുന്നത്. അമ്മയുടെ പേര് പറഞ്ഞ് മേടിച്ചതാണ് ഇവിടെ ഏറ്റവും വലുത്. അതിന് തെളിവാണ് മെയിൽ അയച്ച് ചോദിച്ചതൊക്കെ. എന്തായാലും കാത്തിരിക്കാം. ഇതിന് എന്തൊക്കെ പരിഹാരം കാണും, എന്തൊക്കെയാണ് ഇനിയും നടന്ന സംഭവങ്ങൾ ഇനിയുമുണ്ട് വിവരിക്കാൻ. ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം വിവരിക്കുന്നു. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്.